ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആൾക്കാർ അതിലോട്ടേ പോവുള്ളൂ. അല്ലാതെ ദിവസം തോറും മദ്യത്തിന് വില കൂട്ടിയിട്ട് അതിൽ നിന്ന് കച്ചവടം ഉണ്ടാക്കി ടൂറിസം. ഹലോ, അങ്ങനെ നമ്മൾ നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്ലോറിങ്ങിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹുസൈൻ നഗർ ലേക്ക്, ലുംബിനി പാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ കുറേ 1-2 പാർക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ ഉള്ള എന്താ പറയുക ഒരു സിറ്റി ഓഫ് ലേക്ക് എന്നൊക്കെ പറയില്ലേ, അതിൽ ലേക്ക് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ ഈ ഹുസൈൻ നഗറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്, പിന്നെ അംബേദ്കറിൻ്റെ വലിയ ശില്പങ്ങളുണ്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു, ഒന്ന് അന്വേഷിച്ചിട്ട് വരിക. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് ക്യാമറ പല സ്ഥലത്തും അലൗഡ് അല്ല. ഒരു കാര്യം നോക്കിയാൽ നല്ല കാര്യമാണ്, കാരണം വെച്ചാൽ ഇവിടെ വരുന്ന പാർക്കിൽ വരുന്നവർക്ക് അത് ഡിസ്റ്റർബ് ആവണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഹുസൈൻ നഗർ ലേക്കിലേക്ക് ബോട്ടിങ്ങിലേക്ക് അത് ലുംബിനി പാർക്ക് പോയി എൻട്രി ചെയ്യണം. അതിന് ഒരു 20 രൂപ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അഡൾട്ടിന് 20 ആണ്. ഇവിടെ ഒരുപാട് പാർക്കുണ്ട്. അവിടെയൊക്കെ എൻട്രി ഫീസൊക്കെ വളരെ തുച്ഛമാണ്. 20ഉം 10 ബോട്ടിങ്ങൊക്കെ നമ്മുടെ ഡീലക്സ് ബോട്ടിൽ എല്ലാവർക്കും പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഭയങ്കര റേറ്റ് കുറവാണ്, 50 രൂപ 30 രൂപ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഒരു രക്ഷയുടെ സപ്പോർട്ടാണ്. ചില സ്ഥലത്ത് റൂൾസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമ്മൾ ക്യാമറ കൊണ്ടുപോയി വിടാം. ഓക്കെ, നമ്മൾ അതിനെ ബാഗിനകത്ത് ഒളിപ്പിച്ച ഉള്ളിൽ കൊണ്ടുപോയി എടുക്കുക എന്നത് നല്ലതല്ല. പക്ഷേ എൻട്രി ആവുന്ന സ്ഥലത്തും അവർ നമ്മുടെ കയ്യിരിക്കുന്ന DJ പോക്കറ്റ്രി അറിയാമല്ലോ, ഒരു കുഞ്ഞ് പ്രൊവോ വരെ കയ്യിരിക്കുമ്പോൾ എന്താ സംഭവം എന്തുവാ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എവിടെ സെക്യൂരിറ്റി ഒക്കെ നോക്കി അതൊക്കെ നോക്കി എൻകറേജ് ചെയ്യുക. ഓക്കെ സാർ, അവിടെ പോകും ഇവിടെ പോകും, നിങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ലുംബിനി പാർക്കിൽ നിന്ന് 20 രൂപ ടിക്കറ്റ് എടുത്തു, ഉള്ളിൽ വന്നു. പിന്നെ ഉള്ളിൽ വന്നിട്ട് ബോട്ടിങ്ങിന് നമ്മൾ ബോട്ടിലാണ് നമ്മൾ ഹുസൈൻ നഗർ ആ ബുദ്ധ സ്റ്റാച്യൂലോട്ട് പോണത്. നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അത്. ഓക്കെ, അവിടെ ആ ബോട്ടിങ്ങിന് വീണ്ടും ഒരു 50 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് 50 രൂപ ടിക്കറ്റ് എടുക്കുക. പിള്ളേർക്കാണെങ്കിൽ 30 ഉള്ളൂ. സോ നമുക്ക് ബോട്ടിങ് എൻട്രി ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നമ്മുടെ ഈ ബോട്ട് എന്ന് പറയുന്നത് സ്പീഡ് ബോട്ട് ഒന്നുമല്ല, നന്നായി സ്ലോ ആയിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഭയങ്കര ഫാമിലി ആയിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് സ്പീഡൊന്നും ഭയങ്കര താല്പര്യമില്ല, മെല്ലെ സമാധാനത്തോടെ എല്ലാം കണ്ടാൽ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ നോർമൽ 50 രൂപയുടെ ബോട്ട് എടുക്കുക. ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ വെള്ളത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ബുദ്ധ സ്റ്റാച്യു, ഓക്കെ, ഹുസൈൻ നഗറിലെ ബുദ്ധ സ്റ്റാച്യൂവിൽ ഏകദേശം ബോട്ട് എത്തി. ബോട്ട് ഇങ്ങനെ കരയ്ക്ക് അടുപ്പിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഈ ലേക്കിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതല്ല, ഫ്ലോട്ടിങ് അല്ല, കല്ലൊക്കെ നിർത്തിക്കുക തന്നെ. ഓക്കെ, നമ്മളിതാ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ബുദ്ധ സ്റ്റാച്യു ഭയങ്കര രസമാട്ടോ. ഈവനിങ് നമ്മൾ കുറച്ചും കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടെ. ഹൈടെക് സിറ്റി അല്ലെങ്കിൽ എല്ലാ സിറ്റിയും നമുക്ക് കുറച്ച് ഒഴിഞ്ഞു മാറി നമ്മൾ കുറച്ച് ദൂരം വരുമ്പം നമുക്ക് ലുംബിനി പാർക്കിലേക്ക് വരും. ഭയങ്കര പീസ്ഫുള്ളായ സ്ഥലമാണ്. ദേ ബുദ്ധ സ്റ്റാച്യു. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് അവിടെ ഈ ലേക്കിൽ നിന്ന് അവിടെ നോക്കുമ്പോൾ ഒരു ഇന്ത്യയുടെ വലിയ കൊടി, ഓക്കെ, ഇന്ത്യയുടെ ഒരു വലിയ ഫ്ലാഗ് പറക്കുന്നതാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര അഭിമാനമാണത്.
ശരിക്കും ഭയങ്കര ബ്യൂട്ടിയാണ്. എനിക്കത് നിങ്ങൾ നേരിട്ട് തന്നെ ഒന്ന് ഇവിടെ കാണാം. കാരണം വെച്ചാൽ ലേക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷേ എങ്കിലും അറിഞ്ഞ ഹിസ്റ്ററി വെച്ച് ഇത് മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ലേക്കാണ്. ഓക്കെ, മനുഷ്യർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഹൈദരാബാദിലേക്ക് ഏറ്റവും കൂടുതൽ വാട്ടർ സോഴ്സ് പോകുന്ന ഇവിടെ നിന്നായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഹൈദരാബാദ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് ഹുസൈൻ നഗർ ലേക്ക്. ഓക്കെ, ഇവിടുത്തെ ബുദ്ധ സ്റ്റാച്ചു. പറ്റുമെങ്കിൽ ഈവനിങ് വരിക. ഒരുപാട് ലൈറ്റ് ഷോ, നന്നായിട്ട് ലൈറ്റ് ഷോ. നമുക്ക് വേറെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് ഭയങ്കര സമാധാന ഫീലാണ്. ബുദ്ധനെ പോലെ തന്നെ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ഇവിടെ വരും. നമുക്ക് നല്ലൊരു സമാധാന ഫീലുണ്ട് ഇവിടെ. ഈ നട്ടുച്ച നേരത്തായിട്ടും ഇത്ര വെയിലത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ബോട്ട് പിടിക്കാം. ഹുസൈൻ നഗർ ബുദ്ധയിലടുത്ത് ഭയങ്കര റെസ്പെക്റ്റോട് തന്നെ ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിന്ന് തിരിക്കാം. പിന്നെ നമ്മൾ ഒരു ബോട്ട് കൊണ്ടുവിട്ടില്ല, ആ ബോട്ട് അങ്ങ് പോകും. ഓക്കെ, ഇവിടെ ഒരുപാട് ബോട്ട് മാറി വന്നുകൊണ്ടേക്കും. ഒരുപാട് ഇങ്ങനെ ബോട്ട് സർവീസ് ഇങ്ങനെ വന്നുകൊണ്ടേക്കും. സോ ഒന്ന് പോയി നമ്മളിവിടെ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നേരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. തിരക്കുണ്ടെങ്കിൽ കുറച്ച് സ്പീഡാക്കും തോന്നുന്നു ഇവിടെ സെക്യൂരിറ്റി ഒക്കെ. അല്ലാതെ ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വരുന്ന ഏത് ബോട്ടിലോണം കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ലുംബിനി പാർക്കിലോട്ട് തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ നമുക്ക് തിരിച്ചു പോകാനും പറ്റും. നമുക്ക് ഈ ലേക്ക് ബോട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ദൂരെ കാണുന്നുണ്ടോ നമ്മുടെ ജൈവിയും അംബേദ്കർ സാറിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ ബോട്ട് കരയ്ക്ക് എത്തുവാണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫുഡ് അടിക്കണം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കുറവാണ്. ഈവനിങ് പോയി തീർക്കണം. നമുക്ക് എന്നിട്ട് ദുർഗം ചെരുവ് എന്നൊരു സ്ഥലമുണ്ട്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ദുർഗം ചെരുവ്. അവിടെ ഒരു പാർക്ക് ഉണ്ട് ഇതേപോലെ, അവിടെ ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് അവിടെയും പോവാം. ഓക്കെ, ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈദരാബാദിൽ ഈ വെക്കേഷൻ എന്ന് പറയുമ്പം ജസ്റ്റ് വീട്ടിൽ OTT മൂവി ഇട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ കാർട്ടൂൺ കാണിപ്പിക്കാൻ പറ്റോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. അമ്മാതിരി പിള്ളേരെ കൊണ്ടുവരാനുള്ള പാർക്കുണ്ട്. എല്ലാ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് തിങ്സ്, ഒരുപാട് ഗെയിംസ്, ഒരുപാട് സ്വിമ്മിംഗ് പൂൾ. 1-2 പാർക്കാണ് പോട്ടെ, ഒരുപാട് പാർക്ക്. ഓക്കെ, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ? എപ്പോഴും ക്ലീനിങ് ആണ് ഇവിടെ. ശരിക്കും നമ്മൾ പഠിക്കാനുള്ള ഒരു ടൂറിസം മെത്തേഡ് തെലുങ്കാന ടൂറിസത്തിലുണ്ട്. ഹലോ, സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദുർഗം ചെരുവ്. ഓക്കെ, ഇമോഷണലി എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയതും കാരണം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ ഒരുപാട് പാർക്ക്, ഒരുപാട് ലേക്ക്, അതിലൊരുപാട് നടക്കാൻ പറ്റിയ ഒരുപാട് പാർക്ക്, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് ഹൈദരാബാദിൽ. അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് ദുർഗം ചെരുവ്. എൻ്റെ പുറകിലിരിക്കുന്നില്ല ഒരു മരം, അത് ഏകദേശം 80 വർഷം പഴക്കമുള്ള ഒരു സ്ഥലമാണ്. സുധായിക്കുന്ന ഈ മരം ഏകദേശം 600 വർഷം പഴക്കമുള്ള മരമാണ്. ഓക്കെ, സോ ഇതാണ് ദുർഗം ചെരുവിലെ പാർക്കാണ്. ഓക്കെ, പാർക്ക് മാത്രമല്ല ഇവിടുത്തെ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഒരുപാട് ലേക്ക് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സ് ഒരുപാടുള്ള സ്ഥലമാണ് ഹൈദരാബാദ്. ഓക്കെ, അതൊന്നും വേസ്റ്റ് ചെയ്യാതെ അതിനൊക്കെ അടിപൊളി പാർക്കും ബോട്ടിങ്ങും അല്ലെങ്കിൽ ഈവനിങ് വന്നിരുന്നൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ മാറ്റി ഇവിടെയൊക്കെ. ഓക്കെ, നമുക്കിതാ അവിടെ ഒരു ബ്രിഡ്ജ് കാണല്ലേ, അതാണ് നമ്മൾ ദുർഗം ചെരുവ് കേബിൾ ബ്രിഡ്ജ്. നൈറ്റ് ഫുൾ അത് മൊത്തം നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ ലൈറ്റിങ്ങും ഭയങ്കര രസമാണ്. ഓക്കെ, നമുക്കിത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് ദൂരമുണ്ട്. ഏകദേശം ഇപ്പോൾ ഫുൾ വർക്ക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇത്രയും വലിയ സിറ്റിയിൽ, ഓക്കെ, ആ സിറ്റിയുടെ സെൻറ്ററായിട്ട് ഒരു അടിപൊളി ബ്രിഡ്ജ്, അത് ഭയങ്കര കാണാൻ രസമുള്ള ബ്രിഡ്ജ്.
ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു പാർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ 1-2 കിലോമീറ്ററിലല്ല, ഏകദേശം 4 കിലോമീറ്ററിൽ. ഓക്കെ, അവിടെ ബോട്ടിംഗ് സർവീസ്, കയാക്കിംഗ് സർവീസ്, വാക്കിംഗ് സർവീസ്, സൈക്കിളിന് തനിയെ വേറെ കുറേ പരിപാടിയുണ്ട്. അങ്ങനെ ഇവിടെ ആൾക്കാർ രാവിലെ ഓടാൻ വരും. അത്ര പീസ്ഫുള്ളായിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവിടെ സെറ്റിൽ ചെയ്യുന്നതെന്ന് നോക്കിയേ. ജസ്റ്റ് നമ്മുടെ ഈ ഹൈദരാബാദ് ഭയങ്കര ഒരു സിറ്റി ഹബ്ബാണ്, പിന്നെ ഭയങ്കര ഒരു IT ഹബ്ബാണ്. ഈ ഒരു സ്ഥലത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലൂടെ പാർട്ടി ചെയ്യാനോ ഈ പബ്ബും ബാറും അല്ലെങ്കിൽ ആൽക്കഹോളൊന്നും വേണമെന്നില്ല. ഓക്കെ, ഇതേപോലെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ ഇതേപോലെ ഭയങ്കര ശാന്തമായിട്ട് വന്നിരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിരിക്കാനും രാവിലെ നടക്കാനും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആൾക്കാർ അതിലോട്ടേ പോവുള്ളൂ. അല്ലാതെ ദിവസം തോറും മദ്യത്തിന് വില കൂട്ടിയിട്ട് അതിൽ നിന്ന് കച്ചവടം ഉണ്ടാക്കി. ടൂറിസം തെലുങ്കാന അടിപൊളിയാണ്. തെലുങ്കാന ടൂറിസം ആക്ച്വലി നമ്മൾ ഒരുപാട് കണ്ടു പഠിക്കാനുള്ള ഒരു കാര്യം തന്നെ ഇവിടുത്തെ ടൂറിസം എന്ന് പറയുന്നത്. സോ ഇതാ കാണുന്നത്, ഈ ലേക്കിലാണ് ഒരുപാട് വെള്ളം, ഒരുപാട് സ്ഥലത്ത് ഹൈദരാബാദ് സിറ്റി മഴയത്തും എല്ലാം വെള്ളം ഒരുപാട് എത്തുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ റോഡിൽ നിന്നൊക്കെ വരുന്ന വെള്ളം അങ്ങനെയൊക്കെ ഒരുപാട് വരുമ്പോൾ അത് മൊത്തം ഇവിടെ നമ്മുടെ ആ അഴുക്കും വേസ്റ്റും ഒന്നും ഈ ലേക്കിൽ പോകില്ല. കാരണം വെച്ചാൽ ഒരു വലിയൊരു ഫിൽട്രേഷൻ സിസ്റ്റം തന്നെ, ചെറിയൊരു കുഞ്ഞ് ഡാം പോലെ ഒരുപാട് മെക്കാനിക്കൽ എന്തൊക്കെയോ പരിപാടി ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ കഴിഞ്ഞ് ഫിൽട്ടറായിട്ടാണ് ആ വെള്ളം അവിടെ വരുന്നത്. ഓക്കെ, സംഭവമല്ലേ? സോ നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. നേരെ ഒരുപാട് ഇരുട്ടി, പക്ഷേ ഇരുട്ടും തോറും ഇവിടുത്തെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഈ ലേക്കിൻ്റെ ആപ്പോസിറ്റ് സൈഡ് നമ്മുടെ IT പാർക്കും കോർപ്പറേറ്റ് സിറ്റി, അതിൻ്റെ ലൈറ്റൊക്കെ ശരിക്കും ത്രെഡ് കാരണം ലൈറ്റ്സ് കാണാനാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ ഹൈദരാബാദ് പകലൊക്കെ ഭയങ്കര ഒരു കോർപ്പറേറ്റ് സിറ്റിയുടെ ഒരു കളറാണ്, മനസ്സിലായില്ലേ? സിറ്റിയുടെ കളറാണ്. രാത്രി അപ്പോൾ കളർഫുൾ IT കമ്പനീസ് വരെ തിളങ്ങും. കണ്ടല്ലേ, ഫുൾ ബോട്ടായാലും ശരിയായി നമുക്ക് കാണാം. ഇവിടെ ചുറ്റും ലേക്കിലും എല്ലാത്തിനും ഭയങ്കര കളർഫുൾ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഹൈദരാബാദ് സീരീസ് തൽക്കാലത്തേക്ക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു കിടിലൻ കണ്ടന്റുമായിട്ട് സൂപ്പർ ഡൂപ്പർ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ.